പണത്തിന് യാതൊരു രീതിയിലുള്ള മൊറാലിറ്റിയും ഇല്ല, ധാർമ്മികത. ഗുഡ് മണി ബാഡ് മണി എന്നൊന്നില്ല. ഓൾ മണി ആർ ഗുഡ് മണി. പണത്തിന് ധാർമ്മികത ഉണ്ടായിരുന്നെങ്കിൽ, മൊറാലിറ്റി അനുസരിച്ചിട്ടാണ് പണം മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ നാട്ടിലെ ടീച്ചേഴ്സ് എല്ലാവരും മില്യണേഴ്സ് ആകണമായിരുന്നു. കാരണം എന്താ? അവർ അറിവ് പകർന്നു കൊടുക്കുന്നവരാ. നേഴ്സന്മാരെല്ലാവരും മില്യണേഴ്സ് ആകണമായിരുന്നു. കാരണം എന്താ? അവർ ആതുര സേവനം നടത്തുന്നവരാ. ഫയർ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അല്ലെ, പോലീസുകാർ, ഇവരൊക്കെ മില്യണേഴ്സ് ആണ്. കാരണം എന്താ? ഇവർ സമൂഹത്തിന് വേണ്ടി, മൊറാലിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാ. പക്ഷെ ഇവരെല്ലാവരും സമ്പന്നരാണോ? അതേൻ്റെ അപ്പുറത്തെ സൈഡിൽ എല്ലാ ബാറ് മുതലാളിമാരും ബ്രോക്ക് ആകണമായിരുന്നു, ദരിദ്രന്മാരാകണം. എല്ലാ ഡാൻസ് ബാർ നടത്തുന്നവരും എന്താകണമായിരുന്നു? എല്ലാ ക്യാസിനോ നടത്തുന്നവരും പട്ടിണിപ്പാവങ്ങളാകണം. പണത്തിന് മൊറാലിറ്റി ഉണ്ടെങ്കിൽ ആ രീതിയിലായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെയാണോ ഇവിടെ? ആണോ? പണത്തിന് ഒരു രീതിയിലുള്ള ജഡ്ജിമെൻറ്റും ഇല്ല. നല്ലത് ചീത്ത ഇതൊന്നും പണത്തിന് അറിയില്ല. പണത്തിന് ഇങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്തെ എല്ലാ നല്ല ആളുകളുടെ കയ്യിലും ധാരാളം പണമുണ്ടായേനെ.